큰일 났죠, 웬일? Hello. Hi. Two of you? For two of us. Yes. Yeah. Do you need any bags for apples today? Yes, please. How many? One. Yeah, for sure. Person Person It was $14.50. All right. Can you hold this? ഇത് പോരെ ഇച്ചിരി വേഗമായിരുന്നല്ലോ കണ്ടിട്ട്. You need this one. Oh yeah, for sure. Yeah. So $16. Yeah, so it is the entry rate for everything, so there's the quarter meat and all that fun stuff. And then we waive for ഇതല്ലേ bags. കംഫോർട്ട് വെച്ചത്? So when you come back out, it's $1.65 a pound and mix and match. പ്ലാനിങ്ങിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. മുമ്പ് ഇവിടുന്ന് നമ്മൾ ആപ്പിൾ പിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് ഇവിടെ കൊടുത്ത് ബാക്കി നമുക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇപ്പോൾ ഈറ്റ് ഫ്രഷ് ബൈ ലോക്കൽ എന്നുള്ള രീതിയിൽ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും നമ്മൾ എന്തൊക്കെ പിക്ക് ചെയ്യുന്നു അതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിക്ക് ചെയ്യണം. അത് വലിയൊരു കഷ്ടമുള്ള കാര്യമാണ്. ഇതൊക്കെ ഹാലോവിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ചേട്ടനും ചേച്ചി എന്തോ വായിച്ചു നോക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കളയാം. വളരെ വിശദമായി വായിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇപ്പോഴത്തെ ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ഏതൊക്കെ തരമുള്ള ആപ്പിളുകളാണെന്ന് കാണിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ചുമ്മാ കറങ്ങി അടിച്ച് നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പാലിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് ആപ്പിൾ പിക്കിങ്ങിന് വേണ്ടി നമുക്ക് അകത്തേക്ക് കയറാം. Shall we go? അപ്പോൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശമെന്ന്. കുഞ്ഞു കുഞ്ഞു സാൻഡകൾ ഇവിടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വളരെ സ്മോളാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ജസ്റ്റ് ഫോർ എ ഫൺ. ഓക്കെ, നമുക്കപ്പോൾ ആപ്പിൾ പിക്കിങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇത് നമ്മുടെ വോളണ്ടിയേഴ്സാണ്. അവർ ഹാൻഡ് സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ആരും എടുക്കുന്നതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഏകദേശം 10 ഏക്കറിലോളം വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഫാം നിലനിൽക്കുന്നത്. അപ്പോൾ എല്ലായിടവും നമുക്ക് പോകാൻ പറ്റത്തില്ല. കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് തന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് ഏരിയ. സോ ഇവിടെയാണ് നമ്മുടെ ആപ്പിൾ പിക്കിങ്. ഈ വഴി നടന്നു പോയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ആപ്പിളുകളാണ് അവൈലബിലിറ്റി ഉള്ളതെന്നുള്ളത്. ഇത് ജിഞ്ചർ ഗോൾഡ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ സെക്ഷനാണ്. പക്ഷേ അത് ഇപ്പോൾ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ സീസൺ കഴിഞ്ഞു. നമുക്ക് അടുത്ത ആപ്പിൾ സെക്ഷനിലോട്ട് പോവാം. ഇങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നേരത്തെ പറയുന്ന നമ്മളെ ബോർഡിൽ കണ്ട രീതിയിൽ വേണം നമുക്ക് പോകാൻ. നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് ഐഡ റെഡ് എന്ന് പറയുന്ന ആപ്പിളാണ്. അതിൻ്റെ സെക്ഷനിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന്. ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. കഴിഞ്ഞ ആഴ്ച വരായിരുന്നു അതിൻ്റെ ആപ്പിൾ പിക്കിങ്ങിൻ്റെ സീസൺ. കോവിഡ് കാരണം നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റേതായ കാരണങ്ങൾ വെച്ചിട്ടാണ്. എനിവേ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റും എംപ്റ്റി ആണ്. നമുക്ക് ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോയി നടന്ന് നോക്കാം, എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. അപ്പോൾ ഒരു ഫാമിലി വരുന്നുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. ഒരുപാടെണ്ണം തറ വീണ് കിടപ്പുണ്ട്. അതാണ് കഷ്ടമെന്ന് പറയുന്നത്. ആളുകൾ പറിച്ച് കടിക്കും, താഴോട്ടിടും. ഒരു ട്രെൻഡാണ് ഇവിടെ. ഒരു കാര്യമില്ല, വെറുതെ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. നമുക്ക് കുറച്ച് ഇത് പറിച്ചുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ കുറേ ഭാഗത്ത് ഇതേപോലെ ഒരുപാട് കാണും അതിനകത്ത്. പക്ഷേ ഇപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ടായിരിക്കും അതിനകത്ത് അത്രത്തോളമുള്ള ഒരു എന്താ പറയുന്നത് ഡെൻസിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ. ഈ മരങ്ങൾ ഇത്രയും വളരും. ഇവിടെ ഇത്രയും വളർന്നു വെച്ചിട്ടാണ് അവർ നമുക്ക് കയറി പറിക്കാൻ പറ്റുന്നതായിട്ടുള്ള മരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് പറിക്കാം. നമുക്ക് പറിക്കുമ്പോൾ പ്രത്യേക റെസ്ട്രിക്ഷൻ ഒരു ചെറിയ രീതിയൊക്കെ അവർ പറയുന്നുണ്ട്. അത് മേലോട്ട് അതിൻ്റെ ഞെട്ട് പിടിച്ചിട്ട് വേണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനെന്നാണ് പറയുന്നത്. ഇതേ രീതിയിൽ. ഇത് വേറൊരു സെക്ഷനിലുള്ള ആപ്പിളാണ്. നമ്മൾ നേരത്തെ കണ്ടത് ഇച്ചിരി കൂടെ പിങ്ക് കളറും കൂടെ ചേർന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇത് നല്ല റെഡാണ്.
സെയിം തന്നെ വളരെ പക്ഷേ ടേസ്റ്റിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിനകത്ത് മറ്റേതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു തരം ആപ്പിളാണ്, ഇച്ചിരിയും കൂടെ ടേസ്റ്റിയാണ്. ഇതിൻ്റെത് നമ്മൾ ഏതായാലും കുറേ എടുക്കുന്നുണ്ട്, കാരണം ഇത് ഫ്രഷ് ആയതുകൊണ്ടും ഇതിനകത്ത് വാക്സ് തേക്കാത്തത് കൊണ്ട് നല്ലതുപോലെ ഇരിക്കുകയും ചെയ്യും, കുറേ നാൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. മറ്റേതൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ വാക്സ് മെഴുക് തേച്ച് വരുന്നതല്ലേ. ഈ സെക്ഷനാണ് ഗ്രീൻ ആപ്പിൾ. എൻ്റെ ഫേവറേറ്റ് അല്ല, എന്നിരുന്നാലും ഇത് ഗോൾഡൻ ആപ്പിൾ എന്നുള്ള പേരിലാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ടേസ്റ്റ് നല്ല ടേസ്റ്റിയാണ് സാധനം. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ ടേസ്റ്റാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു. ഇലയുടെ ഇടയ്ക്കൊക്കെ പോയിട്ട് 2-4 എണ്ണം കിട്ടിയത് വളരെ ഭാഗ്യം. അതിൽ ഫോള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇല പൊഴിയുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും എല്ലാ ഇലകളും നിൽക്കുന്നത്. നമ്മുടെ അവിടെ കണ്ടില്ലേ, കുറേ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ ഡിഫറെൻറ്റ് കളറോട് കൂടി നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അത് നമുക്ക് നയാഗ്രയിൽ അടുത്തത് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാനത് കാണിക്കുന്നതായിരിക്കും. സൈമിൾട്ടേനിയസ്ലി നമ്മൾ വീണ്ടും ആപ്പിൾ, ഇത് നേരത്തെ നമ്മൾ കണ്ട ആപ്പിളിൻ്റെ അതേ വേർഷൻ തന്നെയാണ്. അതിൻ്റെ ഇച്ചിരിയും കൂടെയൊക്കെ ഇവിടെ ഉണ്ടെന്നേ ഉള്ളൂ ഈ ഭാഗത്തോട്ട് മാറിയതിന് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആപ്പിൾ തോട്ടം. അപ്പോൾ ആപ്പിൾ തോട്ടത്തിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇച്ചിരിയും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ കിട്ടും, കുറച്ചും കൂടെ കൂടുതൽ കാണുകയും ചെയ്യും. ഇതൊന്നും പലത് എത്തത്തില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. കയറി പറിക്കാനോട്ട് പറ്റത്തുമില്ല. ഇത് വിളവെടുത്തതിന് ശേഷമുള്ള ആപ്പിൾ മരമാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഇല പൊഴിയാറായി നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കാണുവാൻ. നമ്മുടെ നയാഗ്രയിലുള്ള ട്രിപ്പിനകത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനിത് കാണിക്കുന്നുണ്ട്. എംപയർ ആപ്പിൾ ഓൾമോസ്റ്റ് തീർന്നു. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല അതിനകത്ത്. ഈ കാണുന്നതാണ് ഹണി ആപ്പിൾ. നല്ല തേൻ പോലെ രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിന്ന് കുറേ പറിച്ചുകൊണ്ട് പോകും. നല്ല രസമുണ്ട് കാണാൻ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഷോർട്ടായിട്ടുള്ള പ്ലാന്റാണ്, നമുക്ക് എത്തിപ്പറിക്കാം. ഏകദേശം താഴെ അറ്റം വരെ കണ്ടില്ലേ നമുക്ക് ഇത് ആപ്പിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ മരത്തിൻ്റെ കണക്ക് നമുക്ക് കയ്യെത്തി പറിക്കുകയോ ചാടിപ്പറിക്കുകയോ ഒന്നും വേണ്ട, അങ്ങ് താഴെ വരെ കിടപ്പുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമുണ്ട് കാണാൻ, നല്ല ടേസ്റ്റുമാണ്, സോ ടേസ്റ്റി. അപ്പോൾ ഇത് വേറൊരു വെർഷനാണ്. ഞാൻ ഇതിൻ്റെ നല്ലൊരു ഷോട്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ കളറ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നല്ലൊരു ക്യാമറമാനൊന്നുമല്ല, അപ്പോൾ ജസ്റ്റുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള പരിപാടിയാണ്, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനകത്ത് ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിനെ ക്ലോസ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം, അതിൻ്റെ ഷോട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെ നമ്മൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത്ര സൈലൻ്റായിട്ട് പിന്നല്ല. നമ്മൾ പറിച്ച ആപ്പിളുകൾ നമ്മളവിടെ കൊണ്ട് കൊടുക്കും. ബാ, ക്യാഷ്, യെസ്, കണ്ട തലപ്പ് വെട്ടിവിടുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യുന്ന സ്റ്റോർ. ഇതൊരു ചെറിയ ടെൻറ്റ് പോലെ അടിച്ചിരിക്കുകയാണ്, ടെമ്പററി ആണെന്ന് തോന്നുന്നു. മാക്സിമം കപ്പാസിറ്റി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൽ കൂടുതൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇത് കുറച്ച് ഹോം മെയ്ഡ് മാസ്കും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് നമുക്ക് മേടിച്ച് കൊണ്ടുപോകാം. നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഫർമേഷൻസ് വീഡിയോസിൻ്റെ പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. സോ യു ക്യാൻ ഓൾസോ സബ്സ്ക്രൈബ് ദാറ്റ്. അപ്പോൾ നമുക്ക് ക്യാഷ് ഔട്ട് എടുക്കാം. ഓക്കെ, ബൈ. Okay, so 77. How would you like to pay today? ക്യാഷ്. Cash? Okay. We do. Mommy, can we get one of those